Dr. Susan Thomas to deliver the presidential address. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് സ്തുതിയും വന്ദനവും. ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ, വന്യവൈദികരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നിറഞ്ഞ ഹൃദയത്തോടെ, പൂർണ്ണമായ ചാരിതാർത്ഥ്യത്തോടെ ആണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തകർന്നു കിടന്ന ഒരു സങ്കടം, അല്ലെ മനസ്സിൻ്റെ ഒരു വേദന, ഇന്ന് ഇത്ര ജനങ്ങൾ ഒരേ വിശ്വാസത്തിൽ അണിനിരക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സന്തോഷത്തിൽ ഞാനിവിടെ നിൽക്കുന്നു. ഏക സത്യവിശ്വാസം എന്താണെന്ന് തിരിച്ചറിയുന്ന എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമ്മൾക്കൊന്നിച്ച് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശു പീഡാനുഭവത്തിന് മുമ്പുള്ള ദിവസം ശിഷ്യരെ അടുത്തിരുത്തി പറഞ്ഞു കൊടുത്തതാണ് ഇത്. ഇന്ന് നമ്മുടെ സമൂഹം ഒരു വലിയ ആത്മീയ പോരാട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ വചനം നിരന്തരം ഉരുവിടാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അത് കഴിഞ്ഞ് 6-ാമത്തെ വാക്യം, ഇതെല്ലാം നമുക്ക് പറയാൻ പ്രധാന മുഖ്യപ്രഭാഷകന് സമയം കുറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ 2-3 വാക്കിൽ ഒതുക്കുകയാണ്. 6-ാം വാക്യം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരികയില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ പിതാവിനെയും അറിയുമായിരുന്നു. നമുക്ക് യേശുവിനെ അറിയാമോ? നമ്മളോട് ചോദിക്കേണ്ട അടുത്ത ചോദ്യം ഇതാണ്, യേശു എനിക്ക് ആരാണ്? അത് ഓരോരുത്തരും ഹൃദയത്തോട് ചോദിക്കണം. യേശു കാണിച്ചു തന്നു, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹമില്ലെന്ന് പറഞ്ഞ് കുരിശിൽ കൈകൾ വിരിച്ച് സ്നേഹിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, ശത്രുക്കൾക്ക് വേണ്ടി പോലും ബലിയായി തീർന്ന യേശുവിനെ നമുക്കറിയാമോ? അത് നമ്മളോട് ചോദിക്കണം. ആ യേശു എൻ്റെ ആരാണ്? യേശു നിയമിച്ചാക്കിയ വിശുദ്ധ പത്രോസ്ലീഹ നമുക്കാരാണ്? പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞത് എൻ്റെ യേശുവാണ്, നമ്മുടെ യേശുവാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ രക്ഷകനാണ്. പത്രോസ്ലീഹ പാറയാണ്. പക്ഷെ പത്രോസ്ലീഹയ്ക്ക് ബലഹീനതയില്ലായിരുന്നോ? സഹനത്തിൻ്റെ മുമ്പിൽ സഹനം സ്വീകരിക്കാൻ കുറച്ച് വിമുഖതയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ശാസിച്ചിട്ടുണ്ട് യേശു പത്രോസ്ലീഹയെ. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറേ പെണ്ണുങ്ങൾ സഹനത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ വനിതാ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഇത്രയും അമ്മമാരുടെ മുമ്പിൽ, ഇത്രയും സഹോദരിമാരുടെ മുമ്പിൽ ഞാൻ വികാരഭരിതമായിട്ട് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം യേശുവിനെ തൊട്ടറിഞ്ഞ സ്ത്രീകൾ അവസാനം കുരിശിൻ ചോട്ടിലും നിന്നു. സഹനം വന്നപ്പോൾ ഓടിപ്പോയില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ട അന്ത്യോക്യയിൽ ആ അന്ത്യോക്യൻ വിശ്വാസം യേശുവിനെ തൊട്ടറിഞ്ഞ ആൾക്കാരുടെ വിശ്വാസമാണ്. അത് ഡൈല്യൂട്ടഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത്, അല്ല, നമുക്കിവിടെ യാതൊരു വിഭാഗീയതയുമില്ല. ക്രിസ്ത്യാനികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഇടയൻ്റെ കീഴിൽ വരേണ്ടതാണ്. എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നു? നമ്മൾ മുറുകെ പിടിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. ഡൈല്യൂട്ടഡ് ആയി പോകാത്തൊരു വിശ്വാസം. നമുക്ക് മാതാവുണ്ട്, വിശുദ്ധരുണ്ട്, അവർക്കൊക്കെ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏക സത്യ വഴി യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോകാൻ നമ്മളെ നയിക്കുന്ന നമ്മുടെ അന്ത്യോക്യൻ പാത്രിയർക്കീസ് ബാവായെ സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അന്ത്യോക്യാജ്ഞാനായ ബന്ധം നീണാൾ വാഴട്ടെ. യേശുവിനെ തൊട്ട് ആ വിശ്വാസം വിട്ട് നമ്മൾ എങ്ങോട്ട് പോകാനാണ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പൊക്കോ എന്ന് പറഞ്ഞാൽ പോകാനാണോ നമ്മൾ? അല്ല.
നമുക്ക് എങ്ങനെ നമ്മുടെ സഹോദരങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാനും 7 വട്ടം ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് കൂടെ കൂട്ടണം. നമ്മൾക്ക് തന്നെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല, അത് മറക്കരുത്. അവരും നമ്മളും ഒന്നാണ്. നമ്മൾ 7 കൂടിയാരും ഒത്തൊരുമിച്ചങ്ങു പോകണം. നിങ്ങളെ ഒത്തൊരുമിച്ച് പോകാനാ പറഞ്ഞത്. ഒത്തൊരുമിച്ച്. ആ ഒത്തൊരുമ എവിടെ പോയി? നമ്മൾ നമ്മുടെ മിഷൻ മറന്നുപോയോ? ഇവിടെ എന്തിനാ നമ്മൾ വന്നത്? സ്വർഗരാജ്യം പണിയാൻ, സുവിശേഷം എത്തിക്കാൻ, ലോകത്തിന്റെ അതിർത്തികളോളം സുവിശേഷം എത്തിക്കാൻ വന്ന നമ്മൾ ഇവിടെ വന്ന് നമ്മൾക്കെല്ലാം സമൃദ്ധിയായി കഴിഞ്ഞപ്പോൾ, പട്ടിണി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് ഇതൊരു ശുദ്ധി കലശം പോലെയുള്ളൂ. നമ്മളെല്ലാവരും ഒന്നാണ്, ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ള വചനഭാഗങ്ങൾ നമ്മൾ ഓർക്കണം. നമ്മൾ ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടോ നമ്മൾ ഒന്നാവത്തില്ല എന്ന്? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുറവാണ്. വചനത്തിനകത്ത് എന്താണ്? യൂണിയൻ അസാധ്യമല്ല. ആരെങ്കിലും അങ്ങനെ വിചാരിക്കരുതേ. മത്തായി 19:26 പറയുന്നു, മത്തായി ശ്ലീഹയുടെ സുവിശേഷം, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സകലവും സാധ്യമാണ്. ലൂക്കോസ് 1:37 പറയുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മർക്കോസ് 10:27 പറയുന്നത് മനുഷ്യന് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്കെല്ലാം സാധിക്കും. ലൂക്കോസ് 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നിങ്ങൾ ഒരു മനപ്പെട്ട് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞത് ആരാണ്? യേശു അല്ലേ പറഞ്ഞത്? ആ യേശുവിന്റെ പേരിലാണോ ഇവിടെ കൂടിയിരിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പറഞ്ഞ ആള് നമ്മൾ ഒരു മനപ്പെട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ ചെങ്കടലിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ പ്രാർത്ഥനയാകുന്ന വടി, നമ്മുടെ പൂർവ്വപിതാവായ മോശ വടി നീട്ടിയതുപോലെ നമ്മുടെ പ്രാർത്ഥനയാകുന്ന വടി ഈ ചെങ്കടലിന്റെ മുമ്പിൽ നമുക്ക് നീട്ടാം. ചെങ്കടൽ പിളരട്ടെ, നമുക്കെല്ലാവർക്കും കൂടെ നമ്മുടെ സ്വർഗീയ കാനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാം. അതുമാത്രമേ എനിക്കിന്ന് പറയാനുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ ലോസ്റ്റ് യൂണിറ്റിയെ റീബിൽഡ് ചെയ്യാം. നമ്മുടെ ക്രിസ്ത്യൻ മിഷൻ റിവൈവ് ചെയ്യാം. നമ്മുടെ പേർപ്പസ്, നമ്മളെക്കുറിച്ചുള്ള നിയോഗം, സ്പ്രെഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. കുറേ കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ സമയം ഒത്തിരി വൈകി. സാറിന് സംസാരിക്കണം, അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഈ വിശ്വാസം പ്രാർത്ഥനയോടെ, ഒത്തൊരുമയോടെ, കാര്യം ഒരമ്മയാണ് രൂപപ്പെടുത്തുന്നത് മക്കളെ. അടുത്ത തലമുറയിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒരു അമ്മ ജനിച്ചു കഴിഞ്ഞിട്ടല്ല കുഞ്ഞിനെ വളർത്തേണ്ടത്. അമ്മയുടെ ഉദരത്തിലാ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ അബോധ മനസ്സ് ഡെവലപ്പ് ചെയ്യുകയാണ്. ആ അബോധ മനസ്സാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ശാസ്ത്രമാണ്. അബോധ മനസ്സാണ്, ഉപബോധ മനസ്സാണ്. അവൻ്റെ അബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന സർവ്വ ഇൻപുട്ടും അമ്മയുടെയും അപ്പൻ്റെയും വകയാണ്. അവിടെ കുഞ്ഞിന് തെറ്റുപറ്റിയാൽ നമ്മൾ അവരെ കുറ്റം പറയാം. അപ്പം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒരു അടുത്ത ഒരു തലമുറയുണ്ടാകുവാൻ നമുക്ക് സാറിൻ്റെ പ്രസംഗം കേൾക്കാം. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമം എന്നും മഹത്വപ്പെടട്ടെ. ആമേൻ.